ഏകദേശം 4000 അണ്ടത്തോളം കുറയുകയാണ്. 22 വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്, നമുക്ക് ഇനിയും ഒരുപാട് സമയമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് എന്റെ OP-യിൽ വന്നിരുന്നു. അവർക്ക് AMH 0.2 ആയിരുന്നു. അവര് വേറൊരു സെന്ററിൽ നിന്ന് അവർക്ക് IVF ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് പറയുകയും അതിന് ഒരു രണ്ടാമതൊരു ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയാണ് എൻ്റെ അടുത്ത് വന്നത്. ഹസ്ബൻഡിന് കാര്യമായ പ്രശ്നങ്ങളില്ലെന്ന് കണ്ടെത്തുകയും അവരുടെ യൂട്രസ് നോർമലായിരുന്നു, അവരുടെ ഓവറിയിൽ അണ്ടത്തിന്റെ എണ്ണം കുറവാണെന്ന് കാണുകയും ചെയ്തു. അപ്പോൾ ഞാൻ ആ പേഷ്യന്റിനോട് ആദ്യം പറഞ്ഞത്, നിങ്ങളിവിടെ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളൊരു സമയപരിധി വെക്കണം. സ്ത്രീകൾക്ക് അവർ ജനിക്കുമ്പോൾ തന്നെ ഏകദേശം 20 ലക്ഷം അണ്ടവുമായിട്ടാണ് അവർ ജനിക്കുന്നത്. പക്ഷേ ഓരോ പ്രാവശ്യവും അവരുടെ പീരിയഡ്സ് കഴിയുമ്പോൾ അതിൽ ഏകദേശം 4000 അണ്ടത്തോളം കുറയുകയാണ്. ഞാൻ ഈ പറഞ്ഞ പേഷ്യന്റിന് കുറയുന്നതിന്റെ തോത് വളരെയധികം കൂടുതലായതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, അവരുടെ AMH വളരെയധികം കുറവാണ്. ഈ കേസിൽ നമുക്ക് അണ്ടത്തിന്റെ എണ്ണത്തിനെ കൂട്ടാൻ ഒരിക്കലും സാധിക്കില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഉള്ള അണ്ടത്തിന്റെ നിലവാരം കൂട്ടാനുള്ള മരുന്നുകൾ കഴിച്ച് കൃത്യസമയത്ത് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. 3 മുതൽ 4 മാസം വരെ അവർക്ക് ഉള്ള അണ്ടത്തിന്റെ നിലവാരം കൂട്ടാനുള്ള മരുന്നുകൾ കഴിച്ചു. ആ കുട്ടി കഴിച്ച് അവർ ട്രൈ ചെയ്തു. അവർക്ക് 3-ാമത്തെ മാസം പ്രഗ്നൻസി ലഭിച്ചു. ഒരു ഭ്രൂണം അവരുടെ യൂട്രസിൽ വളരുന്നുണ്ട്. ആ ഭ്രൂണത്തിന് ഏകദേശം 7 ആഴ്ച വളർച്ചയുണ്ട്. അതിന് നെഞ്ചെടുപ്പ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് AMH കുറവാണെങ്കിൽ നിങ്ങളൊരു സമയപരിധി വെക്കുക. ആ സമയപരിധിക്കുള്ളിൽ നിങ്ങൾക്കൊരു പ്രഗ്നൻസി ലഭിക്കുന്നുണ്ടെങ്കിൽ നല്ലത്. ആ സമയപരിധിക്കുള്ളിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ലഭിക്കുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ IVF പോലുള്ള ചികിത്സകൾ തേടുക. ഉള്ള അണ്ടത്തിന്റെ നിലവാരം കൂട്ടാനുള്ള മരുന്നുകൾ ഇന്ന് അവൈലബിൾ ആണ്. ആ മരുന്നുകൾ കഴിച്ച് നിങ്ങൾ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ലഭിക്കും. ചിലപ്പോൾ IVF വേണ്ടി വരാം, എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഒരു കുഞ്ഞിനെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. താങ്ക് യു.